ചെറിയൊരു പുണ്ണ് പോലെ വന്നു നാക്കില്. ഒരു പല്ല് കാരണമാണത് വന്നതെന്നാ പറഞ്ഞത്. സർജറി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. പക്ഷേ യൂട്യൂബിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ക്യാൻസറിന്റെ സിംറ്റംസ് എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയതെന്നും ഇവർക്ക് എന്ത് ക്യാൻസർ ആയിരുന്നെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഇവർ വരാനുണ്ടായ കാരണത്തെപ്പറ്റിയും നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിക്കാം. മാം നമസ്കാരം. മാമിന്റെ പേര്? ഷഹജാദി. എവിടെ നിന്നാ വരുന്നത്? വിശാഖപട്ടണം. ഓക്കെ. എത്ര വയസ്സുണ്ട് മാം? 53. 53. ഓക്കെ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? എനിക്ക് ടങ് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. ഓക്കെ. എനിക്ക് ഓഗസ്റ്റില് നാക്കിൽ ഒരു ചെറിയ തടിപ്പ് പോലെ വന്നു. അതും പല്ല് കാരണം. ഓ, പല്ല് ചെറുതായിട്ട് കുത്തി കുത്തി വലുതാവാൻ തുടങ്ങിയല്ലേ? അതെ, വലുതായി. ഓക്കെ. സൈഡിലുള്ള പല്ല് എടുത്തു കളയാൻ എന്നോട് പറഞ്ഞു. ആ പല്ല് ഞാൻ എടുത്തു കളഞ്ഞു. പിന്നെ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. ബയോപ്സി നോക്കിയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാ ഇത് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ, ഇപ്പൊ സർജറി ചെയ്ത് എടുത്തു കളയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. പക്ഷേ സർജറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയാണ് വന്നത്. ഇതിനു മുമ്പ് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഡയറക്റ്റ് ഇവിടേക്കാണ്? ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നത്. എത്ര മാസമായി മാഡത്തിന് ഈ പ്രോബ്ലം തുടങ്ങിയിട്ട്? ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. ചെറിയൊരു മുഴ പോലെ വന്നു. ഇപ്പൊ 3 മാസമായി. സോ നിങ്ങളോട് ബയോപ്സി ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്തിനാ നിങ്ങൾ പേടിച്ചത്? ഡെന്റൽ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഇത് അൾസർ ആണെന്നാണ്. അതുകൊണ്ട് ബയോപ്സി ചെയ്യണം. ബയോപ്സി ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വിശദമായി അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഒരു ബയോപ്സിക്ക് എഴുതി തന്നു. ഞങ്ങൾ ബയോപ്സി ഒക്കെ എടുത്തു. അതിനു മുമ്പ് തന്നെ പുനർജൻ ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങൾ കേട്ടിരുന്നു, യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോ കുറെ പേർക്ക് അതെ അതെ നമ്മൾ ഇവിടെ നോക്കിയ നല്ല മാറ്റങ്ങളുണ്ട്, മനസ്സിലാവുള്ളൂ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോ എനിക്ക് സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ കാണിച്ചിട്ട് എന്താന്നൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതി വന്നത്. നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഞാൻ തന്നെയാണ് അത് ആലോചിച്ചത്. എനിക്ക് തോന്നി ആയുർവേദത്തിൽ ഇതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഈ ഹോസ്പിറ്റൽ കണ്ടു. ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങളുണ്ട്. അതിന്റെ റിവ്യൂസും വീഡിയോസും എല്ലാം മുഴുവൻ കണ്ടു നോക്കി. ഇവിടുത്തെ പേഷ്യൻസിന്റെ അഭിപ്രായം എല്ലാം ഞാൻ കേട്ടായിരുന്നു. ഇവിടുത്തെ പേഷ്യൻസ് സംസാരിക്കുന്ന കണ്ടല്ലേ? കണ്ടു. അതിനുശേഷം ആ സിനിമ ആക്ടറൊക്കെ വന്ന് സംസാരിച്ചില്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു ധൈര്യം വന്നു, കോൺഫിഡന്റ് ആയി. ക്യാൻസർ എന്താണെന്ന് അറിയാമോ മാമിന്? അറിയാം, ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു. ഓക്കെ. അതെ. സോ മാഡത്തിന് വന്നപ്പോ എങ്ങനെയായിരുന്നു മാഡത്തിന്റെ അവസ്ഥ? അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. ഞാൻ നല്ല ധൈര്യമായിട്ടാ ഉള്ളത്. എന്നാ പേടിയില്ലെന്നല്ല, അതെങ്ങനെ വന്നോ അങ്ങനെ തന്നെ ശരിയായി പോകുന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അതിനു മുന്നേ ഒന്നും ചെയ്യാനും പറ്റില്ല, വന്ന ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ മാം, ധൈര്യത്തോടെ ഇരുന്നോളൂ. ഇവിടുത്തെ പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം രോഗം പെട്ടെന്നൊക്കെ ഭേദാവട്ടെ. മാമിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.